എല്ലാവർക്കും പരിചയമുള്ള, മിക്കവാറും ഇപ്പോൾ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണിത്, ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഭാഗം മാത്രം മതി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ഇതിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പുറന്തോട് ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ അതൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അത് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞ കഷ്ണങ്ങൾ നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാല്, ഇത് നന്നായിട്ട് ചൂടാക്കി തണുപ്പിച്ച പാലാണ്. ഇതിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഏകദേശം 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. മധുരം ആവശ്യം കൂടുതലാണെങ്കിൽ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഈ ജ്യൂസ് ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നു. പ്രത്യേകിച്ച് ഐസൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.